അള്ളാഹു ആണാണോ പെണ്ണാണോ? അള്ളാഹു ആണാണോ പെണ്ണാണോ? എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ എന്ന് വിളിക്കുന്നത്? പടച്ച തമ്പുരാൻ എന്നുള്ള വിളി പടച്ചവനാണോ പെണ്ണോ എന്നാണ് ഉത്തരം. പടച്ചവന് ലിംഗക്രിയ പ്രയോഗിക്കാൻ സാധ്യമല്ല എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് തമ്പുരാൻ എന്ന് വിളിക്കുന്നത്? തമ്പുരാൻ എന്നത് വിളി അത് കേവലമായ ഒരു പുരുഷ ക്രിയക്കപ്പുറത്ത് സട്ടാവായ തമ്പുരാന്റെ മഹത്വത്തെ കുറിക്കുന്നതിന് വേണ്ടിയുള്ള വിളിയാണ്. സട്ടാവായ തമ്പുരാനെ വിളിക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായി ഉപയോഗിക്കുന്ന പദങ്ങൾ അത് ലിംഗാതീതമാണ്. ഇപ്പൊ അല്ലാഹു എന്ന് പറയുന്നത് അറബിയിൽ ലിംഗക്രിയയല്ല. അല്ലാഹു എന്നുള്ളത് നപുംസക ലിംഗം എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം. അതേപോലെ അർറഹ്മാൻ എന്നുള്ളത് അർറഹീം എന്നുള്ളത് അതൊന്നും ലിംഗഭേദമില്ലാത്ത നാമങ്ങളാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിക്കുന്ന പ്രോവർബായിട്ട് പറയപ്പെട്ടിട്ടുള്ള ഹുവ, ഹു തുടങ്ങിയ പദങ്ങൾ, അവൻ ഈ തുടങ്ങിയ പദങ്ങൾ, അവൻ എന്നുള്ളതിന് ഹുവ എന്നാണ് അറബി പറയാം. അത് കേവലം പുരുഷലിംഗത്തിന്റെ പ്രോവർബ് മാത്രമല്ല, പുരുഷലിംഗത്തിന് ഉപയോഗിക്കുന്ന പദം മാത്രമല്ല, മറിച്ച് അത് നപുംസക ലിംഗത്തിന് കൂടി ഉപയോഗിക്കുന്നതാണ്. അഥവാ അവൻ എന്ന് അറബിയിൽ പറഞ്ഞാൽ അത് ആണാകാം, അതല്ലെങ്കിൽ നപുംസകമാകാം. എന്നാൽ ഹിയ എന്ന് പറഞ്ഞാൽ അത് പെണ്ണ് തന്നെയാണ് എന്ന് ഉറപ്പാണ്. അവിടെ ഒരു നപുംസക ക്രിയയെ കൂടി, നപുംസക ശബ്ദത്തെ കൂടി കുറിക്കുന്നതാണ് അവൻ എന്നുള്ള പ്രയോഗം. തമ്പുരാൻ എന്നുള്ള പ്രയോഗവും ആ ഒരു ഉദ്ദേശത്തിലാണ് പറയുന്നത്. നമ്മൾ തമ്പുരാട്ടി എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം, നമ്മുടെ മനസ്സിൽ തന്നെ ഒരു പിക്ചർ മാറി. അതേസമയം തമ്പുരാൻ എന്ന് പറയുമ്പോൾ ഒരു പിക്ചർ ഒരു ലിംഗക്രിയക്കപ്പുറത്താണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. മലയാളത്തിൻ്റെതായ പരിമിതികളുണ്ട്. അറബി ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രശ്നങ്ങളില്ല. ഇസ്ലാമിക വീക്ഷണത്തിൽ പടച്ച തമ്പുരാന് ലിംഗ ഭേദങ്ങൾ കൽപ്പിക്കുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.